ഹലോ ഫ്രണ്ട്സ്, ഡെയിലി ലൈഫ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്, ഒരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും സ്റ്റീവിന് ക്രിസ്മസിന് ഡ്രസ്സും അതുപോലെ തന്നെ കാർഡും ഗിഫ്റ്റൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്രാവശ്യം വാങ്ങാനായിട്ടാണ് പോണത്. അതുപോലെ എൻ്റെ ഫ്രണ്ടിന് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കും കുറച്ച് ഗിഫ്റ്റ് വാങ്ങണം. അപ്പോൾ അതുപോലെ വിൻ്റർ ആയിട്ട് ഇതൊരു ജാക്കറ്റില്ല, അപ്പോൾ കുറച്ച് ജാക്കറ്റും അങ്ങനെ വേറെ കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഷോപ്പിംഗ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നത് പ്രൈമാർക്കിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടപ്പോൾ സാധാരണ പ്രൈമാർക്കിൽ നിന്ന് തന്നെയാണ് ഡ്രസ്സ് വാങ്ങാറ്. ഇവിടെ സെലക്ഷൻ ഇല്ലെങ്കിൽ മാത്രമേ വേറെ കടകളിൽ പോകാറുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്രാവശ്യം നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റീവിന് ക്രിസ്മസിന് ഉള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ സ്റ്റീവിന് ഇതിൽ കുറേ ടോയ്സൊക്കെ തപ്പി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രിസ്മസ് ആയി കഴിയുമ്പോൾ ഈ ടൗൺ സെൻറ്റർ വരുമ്പോഴത്തേക്കും നല്ല രസമായിട്ടാണ്. ഇതുപോലെ ഈ ക്രിസ്മസിൻ്റെ രീതിയിലെല്ലാം അലങ്കരിച്ച് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു മെറി ക്രിസ്മസ് എന്നുള്ള ഇത് കണ്ടപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് ഫോട്ടോ എടുത്തിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ കുറേ കടകളിലൂടെ കയറാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ കുറച്ച് വീഡിയോ ചുമ്മാ എടുത്താട്ടെ. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്താണിത്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ക്രിസ്മസിന് ഇവർ ഇതുപോലെ ഈ വലിയ ക്രിസ്മസ് ട്രീയും ഈ ബിയറൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോയൊക്കെ എടുക്കേണ്ടവർക്കൊക്കെ ഇവിടെ നിന്ന് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ മിക്കവരും ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണിത്. കാരണം ഇത്രയും വലിയൊരു ബിയറും വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. കാരണം ഒത്തിരി പേരൊന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് എടുത്തു. പിന്നെ ഞങ്ങൾ M&Sനാണ് പോയത്. അപ്പോൾ എനിക്കാണെങ്കിൽ വിൻ്റർ വാങ്ങിയിട്ട് ഇതുവരെ ഒരു ജാക്കറ്റ് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇപ്രാവശ്യം തണുപ്പ് തുടങ്ങിയപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കിയപ്പോഴാണ് ജാക്കറ്റൊക്കെ കീറിയിരിക്കുന്നത് കണ്ടത്. പിന്നെ ആണെങ്കിൽ ചേട്ടൻ മിക്കപ്പോഴും ജോലിക്ക് പോകും. ഇവനെ വെച്ച് ഒറ്റയ്ക്ക് കടയിൽ പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വികൃതിയാണ്, കടയിൽ നിന്ന് ബഹളമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് പോകാനായിട്ട് അവസരം വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ TK Maxx പോയപ്പോൾ ജാക്കറ്റൊക്കെ വരുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ജാക്കറ്റ് വാങ്ങുന്ന വെച്ചൊരു ജാക്കറ്റ് വാങ്ങിച്ചു. അത് നമ്മൾ ബൂട്ട്സിലോട്ട് പോയി ഒരു പെർഫ്യൂമൊക്കെ വാങ്ങാൻ നിർത്ത് പോയി. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിലും ചേട്ടന് പെർഫ്യൂമൊക്കെ അടിച്ചു നോക്കിയിട്ട് അങ്ങനെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനും ഇവിടെ നിന്ന് അങ്ങനെ നോക്കാൻ നിന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫ്രാഗ്രൻസ് ഷോപ്പിൽ പോയിട്ടാണ് വേറൊരു പെർഫ്യൂം വാങ്ങിച്ചത്. അപ്പം നമ്മൾ ഈ കടയിലൊക്കെ കയറി തിരിച്ചു വരുന്ന സമയത്താണ് ഈ റൈഡ് കണ്ടത്. അപ്പോൾ സ്റ്റീവിനാണെങ്കിൽ കയറുന്നത് ഭയങ്കര വാശി. അപ്പോൾ സ്റ്റീവിന് ഇങ്ങനത്തെ റൈഡൊക്കെ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവൻ്റെ ഒരു പ്രായമായതുകൊണ്ട് തന്നെ നമ്മൾ സമ്മതിച്ചില്ലേ പിന്നെ വാശിയൊക്കെ ഉണ്ടാക്കും. പിന്നെ കരയിക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ കയറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിലൊരു റൈഡ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവന് 2 റൈഡിലും കയറണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 2 റൈഡിലും അവനെ കയറ്റി. പിന്നെ റൈഡെല്ലാം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി.
അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കാർസ് ഡയറക്റ്റിലാണ്. കാരണം ഞാൻ എല്ലാ വർഷവും സ്റ്റീവിന് കാർഡ് വാങ്ങുന്നതാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, എല്ലാ വർഷവും കാർഡ് വാങ്ങും. അപ്പോൾ സ്റ്റീവിന് വാങ്ങിക്കാനൊന്നും പ്രായമായിട്ടില്ല, പക്ഷേ ഞാൻ അവന് വാങ്ങിക്കുന്ന കാർഡെല്ലാം സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്, അവൻ വരുന്ന നമ്മൾ കാണിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഗ്രീറ്റിംഗ് കാർഡ് കളക്ട് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവനും വേണ്ടി എല്ലാ പ്രാവശ്യം വാങ്ങും. പിന്നെ എൻ്റെ ഫ്രണ്ടിനും എല്ലാ ക്രിസ്മസിനും വാങ്ങാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനും സ്റ്റീവിനും കൂടെ വാങ്ങാനായിട്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമായി. ഞങ്ങളൊരു ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങിയതാണ്. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ മക്ഡൊണാൾഡ്സിന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വന്ന് കരുതി. അപ്പോൾ നമ്മളതുകൊണ്ട് മക്ഡൊണാൾഡിൽ കയറി കുറച്ച് ഫുഡെല്ലാം വാങ്ങിച്ചിട്ടാണ് പിന്നെ പോയത്. അപ്പോൾ ഞങ്ങൾ ടൗൺ സെൻറ്ററിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും ഏകദേശം വൈകുന്നേരമായിരുന്നു. അപ്പോൾ ഇവിടെ വിൻഡർ ഉണങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് ഇരുട്ടൊക്കെ ആവും. അപ്പോൾ ഞങ്ങളിവിടെ നേരെ പോയി ടി കെ മാക്സിലാണ്. കാരണം ടി കെ മാക്സിൽ നമ്മൾ നല്ല ടോയ് കളക്ഷൻസൊക്കെ ഉണ്ട്. നമ്മളിവിടെ വന്നിട്ട് അധികം ടോയ്സ് ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ടി കെ മാക്സിലോട്ട് പോയത്. അപ്പോൾ സ്റ്റീവോടിനുള്ള ടോയ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ടോയ്സ് വാങ്ങാനുണ്ട്. അപ്പോൾ അവന് ടോയ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ അന്നാണ് ടോയ്സിൽ അവന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.